നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് CBI. ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നിയോഗിച്ച വിഷയവിദഗ്ധർ തന്നെ സുരക്ഷാ വീഴ്ചകൾ മുതലെടുത്ത് ചോദ്യങ്ങൾ പുറത്തെത്തിക്കുകയായിരുന്നുവെന്ന് CBI കണ്ടെത്തി. തയ്യാറാക്കിയ 135ഓളം ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ ക്രമക്കേടിലൂടെ പുറത്തേക്ക് കടത്തിയത്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിലെ ചോദ്യങ്ങൾ തയ്യാറാക്കിയ 3 വിദഗ്ധരാണ് സംഭവത്തിന് പിന്നിൽ. ഇവർക്ക് കുറിപ്പുകൾ എഴുതാനായി പേപ്പർ നൽകിയിരുന്നു. ഇതിൽ ഒരാൾ ചോദ്യങ്ങൾ നേരിട്ട് കടലാസിൽ എഴുതിയെടുത്ത് പുറത്തെത്തിച്ചു. മറ്റു 2 പേർ ചോദ്യങ്ങൾ മനഃപ്പാഠമാക്കി പുറത്തിറങ്ങിയ ഉടൻ കടലാസിലേക്ക് പകർത്തുകയായിരുന്നു. ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് വിദഗ്ധർ പുറത്തു പോകുമ്പോൾ പ്രാഥമികമായ ദേഹപരിശോധനയോ CCTV നിരീക്ഷണമോ ഉണ്ടായിരുന്നില്ലെന്ന് CBI കണ്ടെത്തി. ഈ സുരക്ഷാ പാളിച്ചയാണ് ചോദ്യങ്ങൾ ചോർത്താൻ അക്രമികൾക്ക് സൗകര്യമൊരുക്കിയത്. ചോദ്യപേപ്പർ ചോർച്ചയും OMR ക്രമക്കേടുകളും പൂർണ്ണമായി തടയുന്നതിനായി നീറ്റ് പരീക്ഷാ രീതിയിൽ വൻ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. OMR ഷീറ്റ് രീതി മാറ്റി എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾക്ക് സമാനമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. JEE മാതൃകയിൽ നീറ്റ് പരീക്ഷ വർഷത്തിൽ 2 ഘട്ടങ്ങളിലായി നടത്തുന്നതും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരിഗണനയിലുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ അവസരങ്ങൾ നൽകാനും സഹായിക്കും. ISRO മുൻ ചെയർമാൻ ഡോക്ടർ K. രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയാണ് ഈ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന 100-ലധികം ശുപാർശകൾ സമർപ്പിച്ചിരിക്കുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ച് കേന്ദ്ര സർക്കാർ ഉടൻ അന്തിമ തീരുമാനമെടുക്കും.